മുഹറം എന്ന പുതുവർഷത്തിലോട്ട് കടന്നു ചെല്ലുമ്പോ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം അടുത്ത ഒരു വർഷവും കൂടി ആയുസ് കിട്ടിയെന്നല്ല, അടുത്ത ഒരു വർഷവും കൂടി കിട്ടുന്ന ആയുസില് 365 ദിവസം കിട്ടിയാൽ 6000-ൽ പരം വരുന്ന റക്അത്തുകൾ ആ ഒരു വർഷം കൊണ്ട് നമസ്കരിക്കാൻ കഴിയണം. ആ ഒരു വർഷത്തിൽ പരമാവധി ഫർളും സുന്നത്തുമായ നോമ്പുകൾ പിടിക്കാൻ കഴിയണം. പരമാവധി സൽക്കർമ്മം ചെയ്താൽ അതാണ് പുതുവർഷത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടത്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. നന്മകൾ ചെയ്യാൻ മുന്നോട്ട് വരുന്ന ഒരു വിഭാഗമായി വിശ്വാസികൾ മാറണം. നഷ്ടപ്പെട്ടു പോയ ആയുസ്സിനെ കുറിച്ചും ദിവസത്തെ കുറിച്ചും വല്ലാതെ സങ്കടത്തോടെ ഓർക്കണം. കഴിഞ്ഞ ആയുസ്സുകൾ പോയല്ലോ റബ്ബേ, എത്ര വർഷങ്ങൾ നിഷ്ഫലമായല്ലോ റബ്ബേ. വലമ്മൻ ഖലല്ലയ്യാമു മിൻ തൂലി ഗഫലതി ബിഅമാലി മഗ്റൂരിൻ വഅമാലി സല്ലതി. അല്ലാഹുവേ, അല്ലാഹുവേ, വലമ്മൻ ഖലല്ലയ്യാമു മിൻ തൂലി ഗഫലതി. എന്റെ അശ്രദ്ധ കാരണത്താൽ എത്ര വർഷമാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. എന്നെ കേൾക്കുന്ന എന്റെ വിദ്യാർത്ഥികളും എല്ലാ സഹോദരങ്ങളും ചിന്തിക്കണം, വിദ്യാർത്ഥികളും ചിന്തിക്കണം. മിൻ തൂലി ഗഫലതി, അശ്രദ്ധ കാരണത്താൽ എത്ര വർഷങ്ങളാണ് എനിക്ക് എന്റെ കൈവെള്ളയിൽ വെറുതെ നഷ്ടപ്പെട്ടു പോയത്. ബിഅമാലി മഗ്റൂരിൻ വഅമാലി സല്ലതി. ബിഅമാലി മഗ്റൂരിൻ, എന്റെ ഭാവിയെ ചതിക്കുന്ന വേണ്ടാത്ത ചിന്തകളും അത്യാഗ്രഹങ്ങളും, നന്മയുടെ കവാടങ്ങൾക്ക് തിരശ്ശീലയിടുന്ന എന്റെ ദുരാഗ്രഹങ്ങൾ, എന്റെ അത്യാഗ്രഹങ്ങൾ, എന്റെ വേണ്ടാത്ത പൈശാചിക ചിന്തകൾ, അതോടൊപ്പം തന്നെ വഅമാലി സല്ലതി, പടച്ചറപ്പിന്റെ ദീനിൽ നിന്ന് എന്നെ വഴിപെടുപ്പിച്ച് കളയുന്ന എന്റെ പ്രവർത്തനങ്ങൾ. ഈ കാരണത്താൽ എത്രയെത്ര വർഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയി റബ്ബേ. വഹാനാ മിനദ്ദുനിയാ ഇലല്ലാഹി റഹലതി തഫക്കർതു ഫീ ദംബി വാസിലൽതു ദംഅതി. ഈ 4 വരി കവിതയാണ് നമ്മുടെ പ്രമേയം. ആദ്യത്തെ 2 വരി നഷ്ടപ്പെട്ടു പോയ ദിനരാത്രങ്ങളെ ഓർത്തിട്ടാണ്, കൊഴിഞ്ഞുപോയ ദിവസങ്ങളെ ഓർത്തിട്ടാണ്, നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്തിട്ടാണ്, പതഞ്ഞുപോയ ദുരാഗ്രഹങ്ങൾ, ഭ്രംശം സംഭവിച്ചു പോയ പാദമുദ്രകൾ എല്ലാം നഷ്ടപ്പെട്ടതിനെ ഓർത്തു ദുഃഖിക്കുകയും എന്റെ ഈ ദുരാഗ്രഹങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ആയുസിന്റെ സുവർണ നിമിഷങ്ങളെ ഓർത്ത് കരയുക. രണ്ടാമത്തെത്തുന്ന കവികൾ ഇവർ റൂഹിനോട് പാട്ടുപാടിയവരാണ്, ശരീരത്തോടല്ല. ഇവര് ശരീരത്തോട് ഗാനം ആലപിച്ചവരല്ല. ആത്മാവിന്റെ സംസ്കരണത്തിന്റെ ഈരടികളെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ച മഹാന്മാരായ കവികൾ, കാലത്തിനപ്പുറത്തോട്ടും സഞ്ചരിക്കുന്ന അവരുടെ ഈരടികൾ. അവര് പറയാൻ ഇനി മുഹറത്തിനെ എതിരേൽക്കുമ്പോ ആ സമയത്ത് 2ാമത്തെ ഈരടി നമ്മളെ നയിക്കേണ്ടതുണ്ട്. തലമുടിയിൽ തന്റെ കൈവിരലുകൾ ചേർത്ത് പിടിച്ച് നിരാശയോടെ പാടേണ്ട കവിതകളാണിതൊക്കെ. പ്രണയാതുരമല്ല, ഗൃഹാതുരത്വ സ്മരണകളല്ല, വേണ്ടാത്ത മോഹങ്ങളുടെ വാഗ്ദാന വലയങ്ങളല്ല. തന്റെ തലമുടികളിലേക്ക് ഈ വിരലുകൾ ചേർത്ത് പിടിച്ച് നഷ്ടപ്പെട്ടു പോയ സൂര്യപ്രഭാതങ്ങളോട് ദുഃഖം പറഞ്ഞ് വരാനിരിക്കുന്ന പുതുവർഷത്തെയെങ്കിലും ഈ ചുരുങ്ങിയ ലോകത്ത് നന്നാക്കാനുള്ള ഈരടികൾ അവയോട് കാലത്തോട് കവിത പാടുകയാണ്. വഹാനാ മിനദ്ദുനിയാ ഇലല്ലാഹി റഹലതി. വഹാനാ മിനദ്ദുനിയാ ഇലല്ലാഹി റഹലതി. സഹോദരിമാരെ, ഈ നശിച്ച ദുനിയാവിൽ നിന്ന് ഏകനായ റബ്ബിന്റെ പരലോകത്തേക്ക് ഞാൻ യാത്രയിലാണല്ലോ. ഈ യാത്ര എവിടെയാണ് അവസാനിക്കുന്നതെന്നറിയില്ല. ഈ ദുനിയാവിൽ ഓരോ ദിവസവും ഞാനൊരു യാത്രയിലാണ്. എവിടേക്കാണ് എന്റെ യാത്ര? ഇലല്ലാഹി റഹലതി.
ഏകനായ റബ്ബിനെ കണ്ടുമുട്ടാൻ, സൃഷ്ടാവായ റബ്ബിനെ കാണാൻ, അവന്റെ ലിഖായിനെ കാണാൻ, അവന്റെ സ്വർഗത്തിന്റെ മുമ്പ് എന്റെ ജീവിതത്തിന്റെ യാത്ര നടന്നു പോവുകയാണ്. എപ്പോഴാണ് ഈ യാത്ര അവസാനിക്കുന്നതെന്നറിയില്ല, എവിടെയാണ് തുടങ്ങിയതെന്നറിയാം, എവിടെയാണ് അവസാനിക്കുന്നതെന്നറിയില്ല. ഈ യാത്ര, നമ്മുടെ യാത്ര എവിടെ തുടങ്ങിയെന്ന് നമുക്കറിയാം. ഈ കാരാളികോണം ജുമാ മസ്ജിദിന്റെ തൊട്ടടുത്ത് തല ഉയർത്തി നിൽക്കുന്ന കാരാളികോണം ജുമാ മസ്ജിദിന്റെ തല ഉയർത്തി നിൽക്കുന്ന ഈ വെള്ളമിനാരങ്ങളുടെ ചാരത്തിരുന്ന് ഹംദാൻ ഫൗണ്ടേഷന്റെ ഉള്ളറയിലിരുന്ന് ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോ എനിക്കറിയാം എവിടെയാണ് എൻ്റെ യാത്ര തുടങ്ങിയതെന്ന്, എവിടെയാണ് അവസാനിക്കേണ്ടതെന്ന്. ഗർഭാശയം വീട്ടതു മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സോദര കബറാണ്. ഗർഭാശയം വീട്ടതു മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സോദര കബറാണ്. ഉമ്മാന്റെ ഗർഭാശയമെന്ന ഇരുട്ടു മാത്രം മുട്ടി നിന്ന, ഒരു തുള്ളി വെളിച്ചം കടക്കാത്ത, കാലൊന്നു നിവർത്താനോ കൈയൊന്നു നീട്ടാനോ കഴിയാത്ത, കൂനിക്കൂടി കിടന്ന ഒരു കബറിനേക്കാൾ അന്ധകാരം നിറഞ്ഞ യഖ്ലുഖുകും ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാതിൻ സലാത്ത്, 3 ഇരുട്ടറകൾ കൊണ്ട് പൊതിഞ്ഞിട്ട കബറിനേക്കാൾ ഭയാനകരമെന്ന് തോന്നിക്കുന്ന വിധം ഒരൽപ്പം ചുരുണ്ടുകൂടി കിടന്ന എൻ്റെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങിയത്. ആ ചെറിയ കബറ് പൊട്ടിച്ചു പൊക്കിൽ കൊടിയിലൂടെ വെളിയിലേക്ക് വന്ന് സൂര്യപ്രകാശം കണ്ട് നിലവിളിച്ചു തുടങ്ങിയ യാത്രയാണ്. ഇതിനെ അവസാനിക്കുന്നതോ ഗർഭാശയം വീട്ടതു മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സോദര കബറാണ്. ആ യാത്ര ഇങ്ങനെ ഓരോ ദിവസവും മടങ്ങി മടങ്ങി അവസാനം എൻ്റെ യാത്ര അവസാനിക്കും. ആ അവസാനിക്കുന്നത് ഇതിന്റെ മറുഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന കാരാളികോണം ജുമാ മസ്ജിദിന്റെ വെള്ളമിനാരത്തിലൂടെ പറന്നു വരുന്ന ബാങ്കൊലികളുടെ മന്ത്രധ്വനികൾ കേട്ട് ആ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള കുഴിമാടത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ നാടിൽ നടന്ന് ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഈ തലമുറയിലെ ഒരാളായി ആ മണ്ണറക്കുള്ളിലേക്ക് ഞാനും കടന്നു പോകും. ആ മിനാരങ്ങളുടെ ബാങ്കുലികളും ആ പള്ളിയുടെ പരിസരങ്ങളും എൻ്റെ ജീവിതത്തിന്റെ കഥ പറഞ്ഞ് പിടിമണ്ണ് വാരിയിട്ട് തിരിച്ചു പോകുന്ന അവസാനത്തെ ഉറക്കറയിലേക്ക് മയക്കം വന്ന കണ്ണുകൾ പൂട്ടിയതുപോലെ ഒരു ദിവസവും അവസാനത്തെ യാത്ര ഈ കാണുന്ന ഖബർസ്ഥാനിൽ എവിടെ അവസാനിക്കാനുള്ളതാണ്. എത്ര പേരുടെ യാത്ര അവസാനിപ്പിച്ച ഖബർസ്ഥാനാണത്, എത്ര പേരുടെ സന്തോഷത്തിന് തിരശീലയിട്ട ഖബറാണത്, എത്ര പേരുടെ ജീവിതത്തെ തിരിച്ചു പിടിച്ച ഖബറാണത്. ഈ വാക്ക് കേട്ട് എത്ര പേരാണ് ആ മണ്ണറക്കുള്ളിൽ കിടക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ മാസം അവസാനിക്കുന്നു, മുഹറം വരാൻ പോകുന്നു, പുതുവർഷത്തെ കാത്തിരിക്കുന്നു. വഹാനാമിന ദുനിയാ ഇലല്ലാഹി റഹലതി തഫക്കർതു ഫീ ദംബി വാസിൽതു ദംഅതി. ഈ യാത്രയുടെ അവസാനത്തെ യാത്രയുടെ പരമാർത്ഥത്തെ ഓർക്കുകയും അതോടൊപ്പം തഫക്കർതു ഫീ ദംബി, എൻ്റെ